സൂക്ഷ്മമായ ലിഡാർ സർവേ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ സർവേയിലൂടെ ഭൂമിയുടെ ഉപരിതലവും ഉപരിതലത്തിന് മുകളിലുള്ള എല്ലാ വസ്തുക്കളുടെയും കൂടുതൽ സൂക്ഷ്മമായ വിവരങ്ങൾ ലഭിക്കും. ഈ വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിദഗ്ധ സംഘം നൽകുന്ന റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് ഇനിയുള്ള ഭൂവിനിയോഗത്തിൻ്റെ രീതികൾ നിശ്ചയിക്കാൻ സാധിക്കുക. NIT സൂറത്തിലെ ദുരന്ത നിവാരണ വിദഗ്ധൻ ശ്രീവത്സ കോലത്തയാർ ആണ് ഈ സംഘത്തെ നയിക്കുന്നത്. ഡ്രോൺ ഉപയോഗപ്പെടുത്തിയുള്ള ലിഡാർ സർവേ ആണിവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ദുരന്തബാധിത പ്രദേശത്തിൻ്റെ ഏരിയൽ ഫോട്ടോഗ്രാഫ്സ് അടക്കമുള്ള സൂക്ഷ്മമായ ചിത്രങ്ങൾ ഇതിൻ്റെ ഭാഗമായി എടുക്കാനാവും. മുൻപുണ്ടായിരുന്ന ഭൂതലം എങ്ങനെയായിരുന്നു, ദുരന്തശേഷം എന്തെല്ലാം മാറ്റങ്ങൾ വന്നു, ഏതൊക്കെ പ്രദേശത്താണ് വലിയ ആഘാതമുണ്ടായത്, ഇത്തരം കാര്യങ്ങളെല്ലാം കണ്ടെത്താനും ഭാവിയിൽ ഈ പ്രദേശത്തെ ഭൂവിനിയോഗം നിർണ്ണയിക്കുമ്പോൾ എന്തെല്ലാം പ്രതിബന്ധങ്ങളുണ്ടെന്ന് തിരിച്ചറിയാനും ഈ സർവേ റിപ്പോർട്ട് സഹായകമാകും. ലിഡാർ സർവേ വഴി മരങ്ങൾ, മരത്തിൻ്റെ ഉയരം, പാറകൾ ഇവയെല്ലാം സൂക്ഷ്മമായി പരിശോധിക്കാൻ സാധിക്കും. 50 സെൻറ്റിമീറ്റർ വരെ വലിപ്പമുള്ള വസ്തുക്കൾ ഇതുവഴി കണ്ടെത്താനാകുമെന്നാണ് വിദഗ്ധർ അവകാശപ്പെടുന്നത്. ദുരന്ത നിവാരണ ഘട്ടങ്ങളിൽ മനുഷ്യരുടെ പുനരധിവാസം പോലെ തന്നെ പ്രധാനപ്പെട്ട ഘടകമാണ് വളർത്തുമൃഗങ്ങളുടേത്. ദുരിതമനുഭവിച്ചവർക്കായി ക്യാമ്പുകൾ ആരംഭിച്ചതുപോലെ ദുരന്തത്തിലകപ്പെട്ട വളർത്തുമൃഗങ്ങൾക്കായി 2 ക്യാമ്പുകളാണ് പ്രവർത്തിച്ചത്. ദുരന്ത പ്രദേശത്തെ ഉരുക്കൾക്കും അരുമ മൃഗങ്ങൾക്കുമായി ക്ഷീരവികസന വകുപ്പിൻ്റെ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ സെൽ മുഖേന വിവിധ സംഘടനകൾ തീറ്റ വസ്തുക്കൾ, ധാതുലവണ മിശ്രിതം ഇവയെല്ലാം കർഷകർക്ക് എത്തിച്ചു നൽകുന്നുണ്ട്. ഇന്നലെ മാത്രം 8 മെട്രിക് ടൺ തീറ്റ, 5 ടൺ വൈക്കോൽ, അരുമമൃഗങ്ങൾക്കുള്ള ഭക്ഷണ സാധനങ്ങൾ ഇവയെല്ലാം പാലക്കാട് അരുവി ഫീഡ്സ് വഴി എത്തിക്കാനായിട്ടുണ്ട്. ഈ സമയത്ത് തന്നെയാണ് വെലങ്ങാട് ദുരന്തവുമുണ്ടായത്. കഴിഞ്ഞ മാസം 30-ന് വാണിമേൽ ഗ്രാമപഞ്ചായത്തിലും അടിച്ചിപ്പാറ മലയിലുമുണ്ടായ ഉരുൾപൊട്ടൽ അത് നേരത്തെ ഇവിടെ പരാമർശിച്ചതാണ്. പന്നിയേരി, മലയങ്ങാട്, കമ്പളിപ്പാറ, പാനവും, കൂറ്റല്ലൂർ ഈ ഭാഗങ്ങളിലാണ് ചെറുതും വലുതുമായ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായത്. അവിടെ പ്രാഥമിക പരിശോധന നടന്നിട്ടുണ്ട്. ഉണ്ടായ നഷ്ടത്തിൻ്റെ തോത് റവന്യൂ അധികാരികൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ അസസ്മെൻറ്റിന് ശേഷമുള്ള കണക്കും ലഭിക്കാനിരിക്കുകയാണ്. ഇപ്പോൾ കലക്ടർ റിപ്പോർട്ട് വിശദമായി അയച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ വിലങ്ങാട് പ്രത്യേക യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു.
ദുരന്തബാധിത പ്രദേശത്ത് റവന്യൂ മന്ത്രിക്ക് പുറമേ വനം, പൊതുമരാമത്ത്, ജലവിഭവം, കൃഷി ഇത്രയും വകുപ്പ് മന്ത്രിമാരും അവിടെ സന്ദർശിച്ചിരുന്നു. തകരാറിലായ വൈദ്യുതി ബന്ധം പുനരാരംഭിക്കാനായി 4 കിലോമീറ്റർ നീളത്തിൽ പുതുതായി അവിടെ ലൈൻ വലിക്കേണ്ടി വന്നു. യഥാർത്ഥത്തിൽ 100ഓളം ജീവനക്കാർ രാപ്പകൽ അധ്വാനിച്ചാണത് പൂർത്തിയാക്കിയത്. അതോടൊപ്പം 4 കിലോമീറ്ററോളം പ്രദേശത്ത് നിലവിലെ ലൈനിൽ അറ്റകുറ്റപ്പണികൾ നടത്താനുണ്ടായിരുന്നു. അങ്ങനെയാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനായത്. ഉരുൾപൊട്ടലിൽ രേഖകൾ നഷ്ടപ്പെട്ടവരുണ്ട്. അവർക്ക് പകരം രേഖകൾ ലഭ്യമാക്കും. അവിടെ ഓഗസ്റ്റ് 16 പ്രത്യേക അദാലത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട്. വിവിധ വകുപ്പുകൾ സംയുക്തമായി നടത്തുന്നൊരു അദാലത്താണിത്. അപ്പോൾ എല്ലാവിധ രേഖകളും സർട്ടിഫിക്കറ്റുകളും നഷ്ടപ്പെട്ടു പോയത് ലഭ്യമാക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളുടെ നിലവിലെ സ്ഥിതിഗതികൾ പഠിക്കാനും ഇവിടെ തുടർവാസം ഇനി തുറന്നങ്ങോട്ട് അവിടെ താമസിക്കാൻ പറ്റുമെന്നുള്ളത് സാധ്യമാണോ എന്ന് പരിശോധിക്കുന്നതിനുമായി ജിയോളജി, ഹൈഡ്രോളജി, മണ്ണ് സംരക്ഷണം ഈ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ഹസാർഡ് അനലിസ്റ്റും ഈ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി വരുന്നുണ്ട്. വിലങ്ങാട് മേഖലയിൽ ഉരുൾപൊട്ടൽ മൂലം പ്രയാസമനുഭവിക്കുന്നവർക്ക് അതിവേഗം ആശ്വാസവും പുനരധിവാസവും സാധ്യമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്.